പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണം പ്രിയനെ, ആത്മനിറവിൽ ജീവിക്കുവാൻ. യേശുവേ അങ്ങെപ്പോലെയാകാൻ അഭിഷേകം പകരണം നാഥ. ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുമ്പോഴെല്ലാം ആരാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ ഡിസ്കഷൻ നൂറ്റാണ്ടുകൾ ഈസ്റ്റേൺ ചർച്ചസും വെസ്റ്റേൺ ചർച്ചസും തമ്മിലുണ്ടായിരുന്നു. ഹു ഈസ് ദി ഓതർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിനെ യേശുവാണോ നൽകിയത്, അതോ പിതാവാണോ നൽകിയത്? ആത്മാവിനെ അയച്ചത് പിതാവാണോ അതോ യേശുവാണോ അയച്ചത്? വേദപുസ്തകം ഇത് രണ്ടും അങ്ങനെ സ്പെസിഫിക് വായിച്ചു നോക്കി നമുക്ക് രണ്ടും കൂട്ടർക്കും പറയാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ അതായത് ചില പ്രത്യേകമായ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് വ്യത്യാസമൊക്കെ അതിൻ്റെ പേര് വഴക്കുണ്ടാക്കാനായിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ അയച്ചു തരും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വായിക്കുമ്പോൾ എന്താണ്? പിതാവ് അയച്ചു തരുന്നു. 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആത്മാവ് വരുമ്പോൾ. എന്നാൽ 15-ന്റെ 26 വായിക്കുമ്പോൾ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള, നോക്ക്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന. നമുക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ പേര് വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി പറയേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ ഒരു വലിയൊരു ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്ന ഒരു ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകാത്ത ചില്ലറ കാര്യങ്ങൾ കൂടി ഞാൻ വഴക്കുണ്ടാക്കാൻ പോകാറില്ല. ഇവിടെ 9-ാമത്തെ വാക്യം, പിന്നെ യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്ത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു? കർത്താവ് പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് നമുക്ക് അയച്ചു തന്നത് യേശുവാണ്, കൊടുത്തു വിട്ടതാരാ? ഇങ്ങനെയുള്ള ഡിസ്കഷനൊന്നും ആവശ്യമില്ല. രാവിലെ ചപ്പാത്തിയും കോഴിക്കറിയും മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിള്ളേർ 3 പേരും കൂടെ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്ക് മൂത്താൾ വഴക്കുണ്ടാക്കാറെന്നുള്ളത്, ഇതിൻ്റെ ഗോതമ്പ് പൊടി വാങ്ങിച്ചത് ആരാണ്? അപ്പയാണോ അമ്മയാണോ വാങ്ങിച്ചത്? മൂത്താൾ പറഞ്ഞു ഇത് അപ്പയാണ് വാങ്ങിച്ചത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു അപ്പയല്ല വാങ്ങിച്ചത്, അമ്മയാണ് വാങ്ങിച്ചത്. മൂന്നാമത്തവൻ അപ്പയാണോ അമ്മയാണോ വാങ്ങിച്ചതെന്നൊന്നും അറിയുന്നൊന്നുമില്ല, അവൻ തിരക്കുന്നുമില്ല, അവനിരുന്ന് കോഴിക്കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കുകയാണ്, മറ്റൊരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലപ്പോഴും ഇതിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നവർ ഇത് കഴിക്കുന്നില്ല, ഇത് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ അപ്പയോ അമ്മയോ വാങ്ങിച്ചതായിക്കോട്ടെ, ഏതാണെങ്കിലും വേറെ അയലോക്കത്തു നിന്നും വാങ്ങിച്ചൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അപ്പയോ അമ്മയും കൂടെ കൊണ്ട് തന്നാണെന്നേ, അതും കഴിച്ചോ, അത്രയേ ഉള്ളൂ. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക, അല്ലാതെ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാനുള്ള കാര്യങ്ങളല്ല. പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ ചില്ലറ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 1980s എനിക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 1980s തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ എസ്കറ്റോളജിയിൽ ഭയങ്കര ഒരു ഭ്രമം അങ്ങ് കയറി. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് 80s ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എസ്കറ്റോളജി. അതുകൊണ്ട് ഞാൻ ജോൺ ഓഫ് വാൽവൂദിൻ്റെയും അതുപോലെ ജെറി ഫോൾസിൻ്റെയും അതുപോലെ ക്ലാൻസ് ലാർഗിൻ്റെയും അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള സകല ആളുകളുടെയും പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ തുടങ്ങി. 2025 അലാസ്കായിൽ എത്ര ഗാലൻ പെട്രോളിൻ്റെ റിസർവ് ഉണ്ടായിരിക്കുമെന്നും അന്ന് മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയാണ് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നും ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി സ്പെക്കുലേഷൻസ് എല്ലാം ഞാനും കൂടെ ഇവരുടെ കൂട്ടത്തിൽ കൂടി ചെയ്യാൻ തുടങ്ങി. റഷ്യയിൽ നിന്ന് എങ്ങനെയാണ് കുതിരപ്പട്ടാളം യെരുശലേമിലേക്ക് വരുന്നെന്നുള്ളതിനെക്കുറിച്ച് മാപ്പ് വരച്ച് ഞാനും പഠിക്കാൻ തുടങ്ങി. ഇതെല്ലാം പഠിച്ചുകൊണ്ട് എൻ്റെ സമയം മുഴുവൻ കളഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ചോദിച്ചു, നീ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് ആളുകളെ പഠിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ഗോഗ് മാഗോഗ് റഷ്യ റൂഷ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് വെറുതെ മനുഷ്യൻ്റെ തല കളയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അല്ലാതെ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട്. കർത്താവിൻ്റെ വരവിന് ശേഷം 7 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് എന്തെടുക്കാനാണ്? അതിൻ്റെ കാണാപ്പാഠം പഠിച്ചോ, പക്ഷെ അതിൻ്റെ പേര് വഴക്കുണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ്? പ്രായോഗികമായി അന്നുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതമാണ് സഭയ്ക്ക് ഇന്ന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആ ഒരു
കാര്യത്തിൽ ജനങ്ങളെ ആത്മാവിശുദ്ധിയിൽ ജനങ്ങളെ വളർത്താനുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അതിനുമുമ്പ് എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു ഇത്. ഇതുപോലെ ക്രേസ് ഉള്ള ആളുകൾ ഇന്നും ഉണ്ട്. അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പം ചിലപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടത്? ചോദിച്ച് പോയാൽ തേണ്ടി എന്നറിയാം. എന്നാൽ ബ്രദറെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബ്രദർ പഠിപ്പിച്ചാട്ടെ. അതാകുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രായോഗികമായി നമുക്ക് ഒന്നും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ തലനാരിഴ കീറി പഠിക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. കാര്യം അത് തലയിലല്ല കയറുന്നുള്ളൂ, നമ്മുടെ ജീവിതത്തെ അത് തൊടുന്നില്ലല്ലോ. എന്നാൽ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്ന കാര്യമോ, അല്ലെങ്കിൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് നിന്റെ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നതാണ്. കള്ളത്തരം കാണിച്ച് കള്ളം കിടക്കെഴുതിയും കാശുണ്ടാക്കുന്നതിനെതിരായിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? ടാക്സ് വെട്ടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായില്ലേ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ടാക്സ് വെട്ടിയതിൻ്റെ കാര്യമൊന്നും ആരും പ്രസംഗിക്കത്തില്ലല്ലോ. അപ്പോൾ പ്രായോഗികമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ആത്മാവിനെ അനുഭവിച്ച്, ആത്മാവിനെ സ്വീകരിച്ച് അനുഭവിച്ച് അത് പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിനു പകരം ഇതിനെക്കുറിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. വേഴ്സ് 4 നമ്മൾ കാണുന്നത്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ഇറ്റ്സ് ദ സെയിം സ്പിരിറ്റ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. 7-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ പ്രകാശനം. അപ്പോൾ ആത്മാവ്, കർത്താവ്, ദൈവം, ഈ 3 വാക്കുകളും കൃപാവരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ ഓഥർ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഗാഡ്. അതിനെ നമ്മൾ ഡൈക്കോട്ടമൈസ് ചെയ്യോ ട്രൈക്കോട്ടമൈസ് ചെയ്യോ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ 3ആയിട്ട് വേർതിരിച്ച് നമ്മൾ കാണേണ്ട കാര്യമില്ല. ആത്മാവിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകിയിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ ശരീരം ഒന്നും അതിന് അവയവവും പലതും അതുപോലെയാകുന്നു ക്രിസ്തുവും. 28-ാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവം സഭയിൽ ചിലരെ. നോക്ക്, അപ്പോൾ ഇവിടെ 6 സ്ഥലങ്ങളിലായിട്ട് 3 ദൈവിക തൃത്വത്തിൻ്റെ 3 ആളത്വങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പകുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. എഫേഷ്യൻസ് നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗമാണല്ലോ. 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത് നമ്മൾ നേരത്തെ വായിച്ചത് അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവരും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. നോക്ക്, എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവം ഒന്ന്, ആത്മാവിനെ പകുത്തു കൊടുക്കുന്ന ദൈവം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവൊന്ന്. ഇതിനെ നമ്മൾ വേർതിരിച്ച് കാണുകയല്ല. എന്നാൽ ഇത് നമുക്ക് നൽകിയിരിക്കുന്നത്, ആത്മാവിൻ്റെ പ്രകാശനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈച്ച് വൺ, ഓരോരുത്തന്. അതായത് ദൈവകൃപയുടെ ഈ വരങ്ങൾ അല്ലെങ്കിൽ ദൈവകൃപ, ഈ കൃപാവരങ്ങൾ ഇത് ആർക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച് വൺ, ആർക്കും. ദൈവ പൈതങ്ങളായ ദൈവമക്കളായ അതിൻ്റെ എലിജിബിലിറ്റി അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതല്ല കൃപാവരങ്ങൾ. അതുകൊണ്ട് കൃപാവരങ്ങളുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്, അവർ കൃപാവരങ്ങളൊക്കെ ഉപയോഗിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു സാധാരണ വിശ്വാസിയായിട്ട് കഴിഞ്ഞോളാം എന്നാരും ചിന്തിക്കണ്ട. പിന്നെ കൃപാവരങ്ങൾ എല്ലാവർക്കും, ഇത് പാസ്റ്റർമാർക്ക് വേണ്ടിയോ പൂർണ്ണസമയ സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയോ ഒന്നും മാറ്റിവെച്ചിരിക്കുന്ന കാര്യമല്ല. പൂർണ്ണസമയ സുവിശേഷ വേലക്കാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, അതിൻ്റെ ഒന്നും എക്സിസ്റ്റൻസിനെ ഞാൻ എതിർക്കുകയല്ല. പക്ഷെ കൃപാവരങ്ങൾ ഇങ്ങനെയുള്ള തങ്ങളെ തന്നെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന പൂർണ്ണസമയ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യമല്ല. കൃപാവരങ്ങൾ ഓരോരുത്തരും, ഈച്ച് വൺ. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് യു ആർ എലിജിബിൾ. എന്നാൽ അത് നൽകപ്പെടുകയാണ്, ഇറ്റ് ഈസ് ഗിവൺ. തരുന്നത് ദൈവത്തിൻ്റെ ചോയ്സാണ്. പക്ഷേ തരുമ്പോൾ ദൈവത്തിൻ്റെ ചോയ്സ് എന്ന് പറയുമ്പോൾ ആ ചോയ്സ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഓരോരുത്തന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം അത് നമുക്ക് നൽകുന്നു. എന്തിനു നൽകുന്നു? പൊതുപ്രയോജനത്തിനായിട്ട് നൽകുന്നു. ഒരു സ്വകാര്യ ആനന്ദത്തിന് വേണ്ടിയല്ല കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. നമ്മളുടെ ഒരു ചിന്ത ഒരു സ്വകാര്യ ആനന്ദത്തിന് വേണ്ടിയാണ്. എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകാനായിട്ട്, എനിക്ക്
എന്നാ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്വകാര്യ ആനന്ദത്തിന് വേണ്ടി അല്ല എന്ത് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപാവരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല, പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു. പൊതുപ്രയോജനത്തിനായിട്ട്. പൊതുപ്രയോജനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാനും കൂടെ വരും. ആത്മാവിൻ്റെ വരങ്ങൾ എനിക്ക് പ്രയോജനമുണ്ടോ? ഞാൻ പ്രയോഗിക്കുമ്പോൾ എനിക്ക് പ്രയോജനമുണ്ടോ? എനിക്കും പ്രയോജനമുണ്ട്. പക്ഷേ എനിക്ക് മാത്രം പ്രയോജനം ഉണ്ടാകാനായിട്ട് അല്ല ദൈവം തൻ്റെ കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. എനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാകേണ്ടതിനാണ് അവൻ കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. വിളക്കിൻ്റെ അല്ലെങ്കിൽ റാന്തലിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഫാനറോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻറ്റേൺ, ലൈറ്റ്, ഒരു വിളക്ക് കത്തിച്ചാൽ അതിൻ്റെ പ്രയോജനം ആർക്കാണ്? വിളക്ക് കത്തിച്ചാൽ അതിൻ്റെ പ്രയോജനം, ഞാനൊരു വിളക്ക് കത്തിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം, എനിക്കുമുണ്ട്. വിളക്കിനെ ഉള്ളായിരിക്കും വാസം പറഞ്ഞാൽ വലിയ പ്രയോജനമില്ലാത്തത്, എല്ലാവർക്കും ഉണ്ട്. ഇതുപോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഞാൻ പ്രകാശിപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു സ്വകാര്യ ആനന്ദത്തിന് വേണ്ടിയല്ല. വിളക്ക് കത്തിച്ച് ആരും പറയും കീഴിൽ വെക്കുന്നില്ലല്ലോ. അത് സ്വകാര്യ ആനന്ദത്തിന് വേണ്ടിയല്ല, പ്രത്യേകം എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. ദൈവസഭയുടെ ഒരു വലിയ കാതലായ തത്വമാണത്. ആരും തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ആത്മീയതയുടെ ഒരു വലിയ പ്രത്യേകത, നമ്മളൊരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയൊരു കാര്യമുണ്ട്. അവിടെ പ്രധാനമായിട്ടും എൻ്റെ മനസ്സിൽ പോയ ഒരു ചിന്തയാണ്, ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ് ഇന്ന് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഈസ്റ്റേൺ ചിന്തയാണ്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം അത് കൂടുമ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഇല്ലേ, ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരാൾക്ക് ഭക്തി കൂടുമ്പോഴത്തേക്ക് അവൻ ഒതുങ്ങിക്കൂടുകയാണ് അവനിലേക്ക് തന്നെ. പിന്നെ അവന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയാണ്. അതാണ് ഭക്തിയായിട്ട് കാണുന്നത്. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കത്തില്ല, ഭാര്യയോട് സംസാരിക്കത്തില്ല, ഭക്ഷണം കഴിക്കുന്നത് ഡിഫറൻ്റ് ആകുകയാണ്, വസ്ത്രങ്ങളിൽ വ്യത്യാസം, ഒടുവിൽ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവനും ദൈവവുമായിട്ട് ഒരുമിച്ചിരിക്കാൻ നേരെ അങ്ങ് വനത്തിലോട്ട് കയറിപ്പോന്നു. അത് ഒരു ക്രിസ്ത്യൻ ചിന്തയല്ല. ദൈവം നമ്മളെ ഇൻഡിവിജ്വലായിട്ട് ആണ് വിളിച്ചതെന്നുള്ളത് ശരിയാണ്. ദൈവം ഇൻഡിവിജ്വലായിട്ടാണ് നമ്മളെ ന്യായം വിധിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ദൈവം നമ്മളെ വിളിച്ചത് ഓരോരുത്തരെയാണ്. എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു സമൂഹമായിട്ട് മൊത്തമായിട്ടൊന്നും വിളിച്ചൊന്നുമല്ല. ഗോഡ് ഹാസ് കോൾഡ് മീ ആസ് എ പേഴ്സൺ. ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ IPC-കാരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നാട്ടെന്നൊന്നും ദൈവം പറയത്തൊന്നുമില്ല. AG-കാരെല്ലാം കൂടെ അങ്ങോട്ട് മാറി നടന്ന് ദൈവം പറയത്തില്ല. സാജു എന്നേ പറയത്തുള്ളൂ, അല്ലേ? അപ്പോൾ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചു. ദൈവം ന്യായം വിധിക്കുമ്പോഴും എന്നെ. പക്ഷേ ഇതിനിടയ്ക്ക് ദൈവം എന്നെ ഭൂമിയിൽ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചാലും ആക്കിയിരിക്കുന്നത് ഒരു ചർച്ചിലാണ്. അതുകൊണ്ട് എൻ്റെ സ്വകീയമായ എക്സ്റ്റാറ്റിക് നിലയിൽ ഞാനങ്ങ് പ്രാർത്ഥിച്ച് ഒരു എക്സ്റ്റസിയിലായി അങ്ങനെ അങ്ങ് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവം എന്നെ ഒരു സഭയിലാക്കിയിരിക്കും. ആ സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ എനിക്ക് പ്രകാശിപ്പിക്കാൻ നൽകിയിരിക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ രാവിലെ പഠിച്ചു. വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ പ്രലോഭനങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി തരുന്ന സ്ട്രെങ്തനറാണ്. പക്ഷേ ആത്മാവിനെ ദൈവം എനിക്ക് നൽകിയത് എൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും എന്നെ ഗൈഡ് ചെയ്യാനും, അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ രാവിലെ പറഞ്ഞല്ലോ. എന്നാൽ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ എനിക്ക് ദൈവം നൽകിയത് എനിക്ക് സുഖിക്കാനോ എനിക്ക് സന്തോഷിക്കാനോ എനിക്കൊരു എക്സ്റ്റസി ഉണ്ടാക്കാനോ ഒന്നുമല്ല. ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നത് പൊതുപ്രയോജനത്തിനായാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എത്ര അത്ഭുതകരമായി, എത്ര മിസ്റ്റീരിയസ് ആയിട്ട്, എത്ര വൈസായിട്ട്, എത്ര ജ്ഞാനത്തോടെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നുവെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ, അതിനെ മാനിഫെസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജന്മാവകാശമാണ്. എന്നാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയത് ഞാൻ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ എനിക്കൊരു അക്കൗണ്ട് തുറന്നതുപോലെയാണ്. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ജീവിക്കാനും ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന അവൻ എന്നിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന എനിക്കവൻ നൽകിയിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനും ആവശ്യമായ സ്വർഗത്തിലെ സകല റിസോഴ്സസും എന്നിലേക്ക് ഒഴുക്കിത്തരുന്നത് ആ അക്കൗണ്ടിലൂടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അക്കൗണ്ട്. അത് ഞാൻ മനസ്സിലാക്കണം, അത് ഞാൻ അറിയുന്നുണ്ട്, അത് എനിക്കൊരു യാഥാർത്ഥ്യമാണ്. പ്ലഗ് പോയിന്റിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ
ഒരു പക്ഷേ എനിക്കത് യാഥാർത്ഥ്യമായിരിക്കത്തില്ല. പക്ഷേ ബൾബിൻ്റെ ഫിലമെൻറ്റിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് എനിക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത് പോലെ അതിൻ്റെ പ്രകാശനത്തിൻ്റെ ഒരു സ്റ്റേജ്, ഒരു പാസീവായിട്ടല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ വനം ഉദ്യാനമായി തീരുന്ന, അല്ലെങ്കിൽ മരുഭൂമി ഉദ്യാനമായി തീരുന്ന ഒരു സ്റ്റേജാണ്. വരണ്ട ദിനത്ത് നീരൊഴുക്കുകളാണ്. എൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഞാൻ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ, ആത്മാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞാനും അവനുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുകയാണ്. ഞാൻ അറിയുകയാണ്, ഞാൻ ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷനിൽ എൻ്റെ ബന്ധത്തെ ഞാൻ ഉറപ്പിക്കുകയാണ്. then I understand that I am his child. ഞാൻ അവൻ്റെ മകനാണ് എന്നുള്ളത് ഞാൻ അറിയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവൻ നമ്മെ അവൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കുകയാണ്. തൻ്റെ കൽപ്പനകളെ എൻ്റെ ഉള്ളിൽ എഴുതി അവൻ്റെ കൽപ്പനകളിൽ നമ്മളെ നടക്കുമാറാക്കുന്നു. ഞാൻ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് യഹോവയുടെ മുഖം എനിക്ക് ഒളിച്ചിരിക്കുന്നില്ല. ഹി ഈസ് നോ മോർ ഹൈഡിങ് ഹിസ് ഫേസ്, ബിക്കോസ് സ്പിരിറ്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിരന്തര സമ്പർക്കം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അനുഭവം. അതിനകത്ത് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. യോബിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നത്, നമ്മൾ പ്രവചിക്കും, സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ ദർശിക്കും. ആത്മാവിൻ്റെ സ്നാനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മുഴുകുകയാണ് എന്ന് തന്നെയല്ല, അവൻ നമ്മളെ നിറയ്ക്കുകയും നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ്. തേംസ് നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പുറത്തോട്ട് പോകുന്ന സകല ഒഴുക്കുകളെയും വീണ്ടും വീണ്ടും ഫില്ല് ചെയ്തിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നീരുറവുകൾ തുറക്കുകയാണ്. എന്തിന്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകും. മാനിഫെസ്റ്റേഷൻസ് അത്യന്താപേക്ഷിതമാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ കർത്താവ് ഒരുവൻ. ഊമവിഗ്രഹങ്ങളുടെ അടുത്ത് പോയപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആക്റ്റീവ് സർവീസിലാണ്. നമ്മളോട് സംസാരിക്കുകയും നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുകയും നമ്മളെ ദൗത്യം ഫലമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ അരികിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വി ആർ ഇൻ ആക്റ്റീവ് സർവീസ് ഓഫ് അവർ ഫാദർ. നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ ആക്റ്റീവ് സർവീസിലാണെങ്കിൽ ആ സർവീസ് ചെയ്യാനുള്ള സകല റിസോഴ്സസ് നമ്മളിലേക്ക് ഒഴുക്കി തരേണ്ടതിന് കർത്താവ് സ്വർഗത്തിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടാണ് നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുക. അതൊരു പാസീവ് പാർട്ടിസിപ്പേഷൻ അല്ല. വി ആർ ഇൻ ആക്റ്റീവ് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയാണ്. അവിടെയാണ് നമുക്ക് പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കരുത്. ഒരുപക്ഷെ മാനിഫെസ്റ്റേഷൻസിൽ ആരെങ്കിലുമൊക്കെ പാളിച്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് പറയരുത്. പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും. എന്നാൽ അത് പഠിച്ച് നമ്മൾ അത് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം ഇതിന് കൃത്യമായ ഒരു ടീച്ചിങ് നൽകുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ടീച്ചിങ്ങിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകരുത്. അതിൻ്റെ പ്രകാശനം നമുക്ക് നൽകിയിരിക്കുന്നുവെങ്കിൽ ആ പ്രകാശനം പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. കൃപാവരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. പൊസിഷൻസ് അല്ല. ശരിക്കും പുറമേ നോക്കിയ ഒരു പൊസിഷൻ ആയിരിക്കും, അല്ല, അത് ഓപ്പറേഷൻസ് ആണ്. എന്തിനാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്? എന്തിനാണ് ആത്മാവിൻ്റെ പ്രകാശനം നമുക്ക് നൽകിയിരിക്കുന്നത്? മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ, എനിക്കും പൊതുപ്രയോജനത്തിനായിട്ട്. ഇന്ന് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയാം, കർത്താവേ, ആത്മാവിൻ്റെ കൃപാവരങ്ങളെ മാറ്റി നിർത്തുവാനല്ല, ആത്മാവിൻ്റെ കൃപാവരങ്ങളെ, ആത്മാവിനെ കൃപ പ്രാപിച്ച് അതിനെ പ്രകാശിപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ. ഈച്ച് വൺ, ഓരോരുത്തർക്കും. എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവേ, ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതെൻ്റെ ഒരു സ്വകീയമായ ആനന്ദത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയത് എനിക്ക് സന്തോഷിക്കാനും സുഖിക്കാനും വേണ്ടി മാത്രമല്ല, എൻ്റെ ഒരു ആത്മീയ സംതൃപ്തിക്ക് വേണ്ടിയുമല്ല. കർത്താവേ, നിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നത് പ്രകാശനത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി. ഞാൻ നിന്നിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് നീ നദി ഒഴുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവിൽ പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം അതിനെ പ്രകാശിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രകാശിപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണം പ്രിയനെ, ആത്മനിറവിൽ ജീവിക്കുവാൻ. യേശുവേ, അങ്ങെപ്പോലെയാകാൻ അഭിഷേകം പകരണം.